എന്നതാ എന്നതാ അന്നക്കുട്ടി? ഏതു നേരം എവിടുന്ന് അലർച്ചയും കൊഴിച്ചയും? അയലോക്കത്തുള്ളവർക്ക് കഴിഞ്ഞു കൂടണമല്ലോ. ഒരു സ്ത്രീക്ക് വല്ലാതെ ദേഷ്യം വന്നു. അയലോക്കത്തുള്ളവന്മാര് അവിടെ ഇരുന്നോ? ഇങ്ങോട്ടാരാ ക്ഷണിച്ചത്? ഒച്ചയും ബഹളം പുറത്തു കേൾക്കും. അവിടെ എല്ലാം വായം പൊളിച്ചു നിൽക്കുന്നത് എന്തിനാ? ജോയിക്കുട്ടി ചീറ്റി. ആഹാ, ഞങ്ങൾ എന്നാ കഴിച്ചു? ഇത് കൊള്ളാം. എന്നാ കഴിച്ചെന്നോ? പൊയ്ക്കോണം, അല്ലെങ്കിൽ ഞാൻ വല്ല തെറിയും പറയുന്നു കേട്ടോ. ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ നോക്കുകയാണോ? ദേ, ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ജോയിക്കുട്ടി അവരുടെ നേർക്കടുത്തു. പിന്നെ തെറി പറഞ്ഞു. വന്നവർ ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് സ്ഥലം വിട്ടു. നല്ലൊരു കുടുംബമായിരുന്നു. ഇവൻ കയറി നശിപ്പിച്ചു. അവിടെ ഉള്ളവരും കൊള്ളാം. കൊല്ലുവോ തിന്നുവോ ചെയ്യട്ടെ. വല്ലതും സാക്ഷി പറയാൻ വിളിച്ചാ കണ്ടില്ലാന്ന് പറഞ്ഞ് ഒഴിയാവല്ലോ. പോയവർ പെറുപെറുത്തു. ഒറ്റ ഒരുത്തിയും ഈ വേലിക്കകത്ത് കാല് കുത്തിപ്പോരുത്. കുത്തിയാ ചെരുപ്പെടുത്ത് ഞാൻ. ജോയിക്കുട്ടി മേലും കീഴും നോട്ടം കേട്ടാനാണ്, ജോയിക്കുട്ടി വിളിച്ചു പറഞ്ഞു. ജോയിക്കുട്ടിക്ക് ദേഷ്യം തീരുന്നില്ല. അവൻ വീടിന് ചുറ്റും നടന്നു. കണ്ണിൽ കണ്ടതെല്ലാം തല്ലി പൊട്ടിച്ചു. 5-6 കപ്പുമോട് പറമ്പിൽ താഴ്ച വളർന്നു നിന്നത് വലിച്ചു പറിച്ചെടുത്തു. ചേമ്പും ചേനയും വലിച്ചൊടിച്ച് ചവിട്ടി ഞെരിച്ചു. ഓരോന്നും ചെയ്യുമ്പോ തെറി പറയുകയും ചെയ്തു. സംഹാര താണ്ഡവം പോലെയായിരുന്നു അത്. കളി അടങ്ങാൻ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഒടുവിൽ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് ചീറിപ്പാഞ്ഞു. എന്റെ മിശിഹായെ, ഈ പോക്കിനാല് അവൻ ഒടുങ്ങി പോണേ. ഇങ്ങോട്ടിനി കെട്ടിയെടുത്ത് വരാൻ ഇടയാകരുതേ. അന്നക്കുട്ടി നെഞ്ചത്തളിച്ച് പ്രാർത്ഥിച്ചു പോയി. അമ്മച്ചി, ആനി ശാസന പോലെ വിളിച്ചു. അന്നക്കുട്ടിയുടെ മടിയിൽ കണ്ണുമടച്ച് തളർന്നു കിടന്നിരുന്ന ആലീസ് കണ്ണു തുറന്നു നോക്കി. അന്നക്കുട്ടി വല്ലാതായി. സഹിക്കാൻ മേലാത്ത ദണ്ണം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാടി പെണ്ണെ. അന്നക്കുട്ടി വെട്ടി ഒളിച്ച് കരഞ്ഞു. നീ അമ്മച്ചിയോട് ക്ഷമിക്ക്, അല്ലാണ്ട് എന്നാ ഞാൻ പറയാ? അവൾ കരഞ്ഞുകൊണ്ട് തന്നെ തുടർന്നു. ആനിയും എങ്ങനെയായി? നിന്നെയെങ്കിലും കെട്ടിച്ചപ്പോ സ്വർഗം കിട്ടിയ വാശിയായിരുന്നു. പെറ്റ മകനെ പോലെയാ ഞാൻ അവനെ കരുതിയതും. പക്ഷെങ്കില് ഇതിനധികം ഞാൻ എങ്ങനെയാ പെണ്ണെ സഹിക്കുന്നത്? ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് കരുതിയിട്ട് ഒരു അതിര് വേണ്ടേ? ഞാൻ എന്റെ മനസ്സ് ചുട്ട് പറയാ പെണ്ണെ, എനിക്കിനി കെട്ടിയും വേണ്ട. പെറുന്ന കൊച്ചിനെ ഞാൻ വളർത്തിക്കൊള്ളാം. അവന്റെ സഹായമില്ലെങ്കിലും അത് വളരും. എന്തിനാ നിനക്ക് ഇങ്ങനെ ഒരു കെട്ടിയ? എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു ആന്തുണ? അതിന്റെ ആവശ്യമില്ല, ഒട്ടുമില്ല. ആലിസ് കണ്ണടച്ചു കിടന്ന് ഞരങ്ങിയതേ ഉള്ളൂ. മിണ്ടാൻ ത്രാണി ഉണ്ടായിരുന്നില്ല. റീനയും ആനയും മിണ്ടിയില്ല. ആലിസിന്റെ മുഖത്തെ മുറിവുകൾ ചൂടുവെള്ളം കൊണ്ട് റീന കഴുകി. മരുന്നൊന്നും തന്നെ അവിടെ ഇല്ല. പിന്നെ എന്തു ചെയ്യും? പൊള്ളിയ ഭാഗത്ത് വെള്ളത്തിന്റെ അംശം പുരണ്ടപ്പോൾ ആലീസ് നേറിപ്പിടിക്കുന്ന വേദനയോടെ ഞരങ്ങി. എന്റെ അമ്മച്ചിയെ, എനിക്ക് സഹിക്കാൻ വയ്യായേ. ഞാനിപ്പോ ചാവുകയെ. റീനയും ആനയും കൂടി അവൾക്ക് ചൂട് വെച്ചു കൊടുത്തു. നടുവിനും കാലിനും ഒക്കെ നീരുണ്ട്. നീണ്ടിരുണ്ട് തെല്ലൊടിവുണ്ടായിരുന്ന അവളുടെ മുടിയൊക്കെ കുറെ ഭാഗം കത്തിപ്പോയിരുന്നു. നെറുകയുള്ള ഭാഗമാണ് കൂടുതലും കത്തിയിരിക്കുന്നത്. ബാക്കി മുടി വികൃത ഭാവത്തിൽ അവളുടെ തലയിൽ തൂങ്ങിക്കിടന്നു. റീന സത്യമായും സങ്കടപ്പെട്ടു. അമ്മച്ചിയോടും സമൂഹത്തോടും പ്രപഞ്ചത്തോടും തന്നെയുമുള്ള വെറുപ്പും സിരകളെ പോലും മൂടി പൊതിഞ്ഞപ്പോഴാണ് സാരിയും മാലയും വലിച്ചെറിഞ്ഞത്. പക്ഷെ അയാൾ ഇത്രത്തോളം കാട്ടാളത്തരം കാട്ടുമെന്ന് തെല്ലും കരുതിയില്ല. താൻ കാരണം ആലിച്ചേച്ചി എന്തെല്ലാം അനുഭവിച്ചു. എന്റെ പിതാവേ. റീന സങ്കടത്തോടെ അവൾക്കരികിലിരുന്നു. ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകായിരുന്നു. ഈ രാത്രിയിൽ പക്ഷെ എന്തു ചെയ്യും? അയൽക്കാരൊക്കെ പിണങ്ങി. പിന്നെ ആര് വരും സഹായിക്കാൻ? ആ രാത്രിയിൽ ആരും ഉറങ്ങിയില്ല. മൂളിയും ഞരങ്ങിയും വേദനയിൽ പിടഞ്ഞും പൊളഞ്ഞും ആലീസ് കിടക്കുമ്പോ അവരെങ്ങനെ ഉറങ്ങും? അല്ലെങ്കിലും സംഭവിച്ചതിന്റെ നടുക്കം അവരെ വിട്ടുപോയിരുന്നില്ല. നേരെ പുലർന്നപ്പോഴേക്കും ആലീസിന് സംസാര ശക്തി പോലും ഇല്ലാതായി. മുഖം നീര് വച്ച് വീർത്തു. ശരീരം അനക്കാൻ വയ്യ. കിടന്ന കിടപ്പിൽ നിന്ന് ഒന്ന് തിരിയാൻ പോലും വയ്യാത്തത്ര അവശതയിലായി. റീന തന്നെ ഓടിയിറങ്ങി. ജോയിക്കുട്ടിയെ കണ്ടാലും വിവരം പറയുകയില്ലെന്ന വാശി അവൾക്കുണ്ടായിരുന്നു. ഏതായാലും അവനെ കണ്ടുമില്ല. അവൾ വഴിയിലെത്തി കാത്തുനിന്നു. 1/2 മണിക്കൂർ നിൽക്കേണ്ടതായി വന്നു ഒരു ടാക്സി കിട്ടാൻ. റീന ടാക്സി ഡ്രൈവറോട് വിവരം പറഞ്ഞു. ടൗണിൽ ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, അവിടെയാണ് കൊണ്ടുപോകേണ്ടത്. ഡ്രൈവർ സമ്മതിച്ചു. റീന ആ ടാക്സിയിൽ തന്നെ കയറി. ടാക്സി വീട്ടുപടിക്കലെത്തി. റീനയും അന്നക്കുട്ടിയും ചേർന്നാണ് ആലിസിനെ താങ്ങി കാറിനടുത്ത് വരെ എത്തിച്ചത്. ആനി, നീ വരണ്ട, എല്ലാവരോടും എന്തിനാ? അന്നക്കുട്ടി പറഞ്ഞു. ആനി മിണ്ടിയില്ല, പിൻവലിഞ്ഞു. ആഹാരം കഴിക്കുക, മനപ്രയാസം, മരുന്ന് മുടങ്ങിയത് എല്ലാം കൂടി അവളെയും വല്ലാതെ തളർത്തിയിരുന്നു. അതുകൊണ്ട് അവൾ പോകാൻ താല്പര്യപ്പെട്ടുമില്ല. ആലിസിനെ ഡോക്ടർ പരിശോധിച്ചു. കിടന്നപ്പോ മണ്ണെണ്ണ വിളക്ക് മറിഞ്ഞ് തലയണിക്ക് തീ പിടിച്ചുവെന്നും മുടി കത്തിയെന്നും
എന്നിട്ട് ഓടിയ വഴിക്ക് വീണു എന്നൊക്കെ അന്നക്കുട്ടി ഒരു നുണക്കഥ ഉണ്ടാക്കി. ഡോക്ടർ അത് വിശ്വസിച്ചു. പക്ഷെ സത്യം തുറന്നു പറയണമെന്നും സ്ത്രീപീഡനത്തിന്റെ പേരിൽ കേസെടുക്കണമെന്നും ജോയ്ക്കുട്ടിയെ പിടിച്ച് ലോക്കപ്പിലിട്ട് നല്ല കണക്കിന് ഇടി കൊടുപ്പിക്കണമെന്നും റീനയ്ക്ക് നിർബന്ധം തന്നെ ആയിരുന്നു. പക്ഷെ അന്നക്കുട്ടി സമ്മതിച്ചില്ല. അന്നക്കുട്ടി മാത്രമല്ല, ആലീസും വിലക്കി. ഈ ചേച്ചിക്ക് ഇത്രയായിട്ടും ആ ദുഷ്ടനോട് സ്നേഹ? റീന കുറ്റപ്പെടുത്തി. ആലീസ് കരഞ്ഞതേയുള്ളൂ. ആലീസിന് പ്രസവത്തിന്റെ ഡേറ്റ് ആയിട്ടില്ല, ഇനിയുണ്ട് 3 ആഴ്ച. പക്ഷെ ആരോഗ്യപരമായി അവൾ ആകെ തളർന്നിരിക്കുകയാണ്. ഇവരെ അഡ്മിറ്റ് ചെയ്യാം. ഇനി പ്രസവം നടന്നിട്ട് പോയാൽ മതി. ഡേറ്റ് 3 ആഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും പ്രസവം അത്രയും നീണ്ടുപോകാൻ സാധ്യതയില്ല. അതിനു മുമ്പ് ഇവരുടെ ആരോഗ്യം വീണ്ടെടുക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. അന്നക്കുട്ടി തലയാട്ടി. ആലീസിനെ അഡ്മിറ്റ് ചെയ്തു. നീര് വെച്ച മുഖവും പൊള്ളിയ പാടുകളും അവൾക്ക് എണീക്കാൻ വയ്യാത്തത്ര തളർച്ചയും. വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെ? വാർഡിലെത്തിയതോടെ അവിടെയുള്ളവർ കുശലാന്വേഷണം നടത്തി. ഡോക്ടറോട് പറഞ്ഞതൊക്കെ അന്നക്കുട്ടി ആവർത്തിച്ചു. കെട്ടിയനോട് വരും, അവനൊരു സ്ഥലം വരെ പോയിരിക്കുക. തന്റെ ഇല്ലേ? ആ ഉണ്ട്. റീന അന്ന് മുഴുവൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. പിറ്റേന്ന് മുതൽ അവൾ രാവിലെ തയ്യൽക്കടയിൽ പോകും, വൈകുന്നേരം ഹോസ്പിറ്റലിൽ വരും. ചെലവിനായി കടയിൽ നിന്ന് അവൾ കുറച്ച് രൂപയും വാങ്ങി. ആനി അയൽവക്കത്തെ വീട്ടിൽ പോയി കിടക്കാൻ ഏർപ്പാടും ചെയ്തു. ജോയ്ക്കുട്ടി 4-ാം ദിവസമാണ് തിരിച്ചു വന്നത്. ഹോട്ടലിൽ നിന്ന് ആഹാരം, കാറിനുള്ളിൽ ഉറക്കം. സർവ്വസ്വാതന്ത്ര്യമായ ജീവിതം. മിക്കവാറും മുഴുവൻ സമയവും മദ്യത്തിൽ മുങ്ങിയുള്ള ജീവിതം. വീതം വിറ്റുകിട്ടിയ വകയിലുണ്ടായിരുന്ന രൂപ മിക്കവാറും തീരാറായിരിക്കുന്നു. കൂട്ടുകാരെ കൂട്ടി ദിവസവും സൽക്കരിച്ചപ്പോ പണം ഉദ്ദേശിച്ചതിലധികം വേഗത്തിൽ തീർന്നു. ജോയ്ക്കുട്ടി വന്നത് പകലാണ്. വൈകുന്നേരം കുടിച്ചിട്ടുണ്ട്. ഉറക്കെ വിളിച്ചു, ആലീസ. അവള് ആശുപത്രിയിലാ. ആനി ഇറങ്ങി വന്നു. എന്നാ, അവള് പെറ്റോ? ഇല്ല. പിന്നെന്തിനാ അവിടെ കിടക്കുന്നത്? കൊല്ലാൻ നോക്കിയില്ലേ അന്ന്? ചാകാറായി. ചാകാതിരിക്കാൻ കൊണ്ടുപോയതാ, ആനി പറഞ്ഞു. ജോയ്ക്കുട്ടി അവളെ തുറച്ചു നോക്കി. പിന്നെ അകത്തേക്ക് കയറി കട്ടിൽമേലേക്ക് വീണു. പിന്നെ ഉറക്കമായി. സന്ധ്യയായതും ഇരുട്ടായതും ഒന്നും അറിയാതെയുള്ള ഉറക്കം. ആനി അങ്ങേ വീട്ടിൽ പോയി കിടന്നു. പുലർച്ചെ തിരിച്ചെത്തി. ജോയ്ക്കുട്ടി ഉണർന്നപ്പോ വൈകി. കുളിച്ചു. ആനി ആഹാരം തയ്യാറാക്കിയിരുന്നു. ആലിസ് ഏത് ഹോസ്പിറ്റലാണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, ആനി പറഞ്ഞു. ഹാ, ഞാൻ അങ്ങോട്ട് പോവാ. ആഹാരം വല്ലതും കൊടുക്കണേലും എടുത്തോ. ആനി ഒന്ന് നോക്കി. പിന്നെ അടുക്കളയിലേക്ക് കയറി. അന്നക്കുട്ടിയുടെ തൂക്കുപാത്രത്തിൽ ചോറും കറികളും എടുത്തു. ഒരു വാഴയിലിൽ തോരൻ പൊതിയുമ്പോഴാണ് ബലിഷ്ഠമായ 2 കരങ്ങൾ അവളെ പൊതിഞ്ഞു. വരിഞ്ഞു മുറുക്കി, ശ്വാസം മുട്ടിക്കാനെന്ന പോലെ. അയ്യോ! ആനി ഞെട്ടിപ്പിടഞ്ഞ് കുതറി പുളഞ്ഞു. വിട്, വിട്. വിടാനായിരുന്നില്ല ജോയ്ക്കുട്ടിയുടെ ഭാവം. അവളെ അടുക്കി പിടിച്ചു. പിന്നെ അവളുടെ മുഖം പിടിച്ചടുപ്പിച്ചു. ബലമായി അമർത്തിയ ഒരു ചുംബനം. ഉടലാകെ ഒന്ന് വെട്ടിവിറച്ചു. ശരീരം ഒന്ന് കുതികുത്തി. പെരൂരിലൂടെ ഒരു വിദ്യുത് പ്രവാഹം നിറുകേറെ. ആ പ്രവാഹം ശരീരത്തിന്റെ ഓരോ പരമാണുവിനെയും പൊതിഞ്ഞു. ആദ്യമായിട്ടായിരുന്നു ആ ഒരു അനുഭൂതി ആനയുടെ സിരകളിലും കരളിലും പതഞ്ഞുയർന്നത്. ചൂടുള്ള ലാവ ഉള്ളിൽ ഒരു ഉറവക്കണ്ണാകുന്നു. ഹൃദയത്തിലൂടെ ആത്മാവിലേക്ക് ഒഴുകുന്നു. നല്ല കുളിരുള്ളപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ ആകെ ഒന്ന് മുങ്ങിയതുപോലെ ആനയുടെ ശരീരം ആകെ ഒന്ന് വരഞ്ഞു നിവർന്നു. കണ്ണുകൾ ഒന്ന് കൊമ്പി. ഒറ്റ നിമിഷത്തേക്ക് അത് അവൾക്ക് അനുഭവപ്പെട്ടുള്ളൂ. അടുത്ത നിമിഷം അവൾ ബോധവതിയായി. ഇത് അടുക്കളയാണ്. താൻ ചോറെടുക്കുകയായിരുന്നു. ആർക്ക്? ആലീസിനും അമ്മയ്ക്കും. അവർ ഹോസ്പിറ്റലിലാണ്, അതിദീനമായ ഒരവസ്ഥയിൽ. അവരെ അത്തരത്തിൽ അവിടെ എത്തിച്ച മനുഷ്യനാണിത്. തന്നെ ബലമായി. ചി! ആനി ഒന്ന് പിടഞ്ഞുണർന്നു. ശക്തമായി ഒന്ന് കുതറിപ്പിടഞ്ഞു. ജോയ്ക്കുട്ടിയെ തട്ടിമാറ്റി. പിന്നിലേക്ക് നീങ്ങിയ ജോയ്ക്കുട്ടി ഭിത്തിമേൽ തട്ടി നിന്നു. ആനി എതിർഭിത്തിയിൽ ചാടി നിന്ന് കിതച്ചു. ജോയ്ക്കുട്ടി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു സെക്കൻഡ് പോലും അവന്റെ കണ്ണുകളെ നേരിടാൻ കഴിയാതെ അവൾ നോട്ടം പിൻവലിച്ചു. ആ മുഖം കുനിഞ്ഞുപോയി. ജോയ്ക്കുട്ടിയുടെ മുഖത്ത് തെളിച്ചം, അതരങ്ങളിൽ വിജയത്തിന്റെ മന്ദഹാസം. ഒരു പാവം പെൺകുട്ടിയുടെ രോഗാതുരമായ യൗവനത്തിന്റെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് വിജയ സോപാനത്തിൽ കുടിയിരിക്കുകയായിരുന്നു ജോയ്ക്കുട്ടി. അനിയത്തിയെ വിവാഹം കഴിച്ചിട്ടും വിവാഹത്തെക്കുറിച്ച് സ്വപ്നം പോലും കാണാൻ വിധിയില്ലാത്തവൾ. ഇണയുടെ ചൂടും തലോടലും സാന്ത്വനവും ഏറ്റിട്ടില്ലാത്തവൾ. ഇപ്പോൾ ഏറ്റവും ഇളയവൾക്കും ഇണയെ തേടുന്നു. ആനയ്ക്കും സ്വപ്നങ്ങളില്ലാതിരിക്കുമോ? രോഗം കാർന്നു തിന്നുന്നുവെങ്കിലും ഒരു ഹൃദയം ആനയ്ക്കുമുണ്ടല്ലോ. ജോയ്ക്കുട്ടിയുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ആനയുടെ ഒരു പ്രത്യേകത ഉള്ളതാണ്. പുരുഷനെ തൊടാൻ കിട്ടാത്തവൾ എന്നൊരു അവഗണനാഭാവം. അവൾക്ക് മുമ്പിൽ തന്റെ ശരീരം പ്രദർശിപ്പിക്കുന്നത് ജോയ്ക്കുട്ടിക്ക് ഒരു രസവുമാണ്. ക്രൂരമായ ഒരു തമാശ, സാഡിസം.
ആനി അതുകൊണ്ട് തന്നെ അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കാറില്ല. മനഃപൂർവ്വം തന്നെ. ആലിസിനോടുള്ള അവന്റെ ക്രൂരമായ പെരുമാറ്റവും വീട്ടിൽ അവൻ ചെയ്യുന്ന ഓരോ അധികാര പ്രകടനവും അവളിൽ കുത്തി നിറച്ചിരുന്നത് വെറുപ്പ് മാത്രമാണ്. എന്നാലും ആനി ഒരു പെണ്ണല്ലേ, മരണത്തെ കാത്തിരിക്കുന്നവൾ, ഈ ജീവിതത്തിൽ ഒന്നും ആശിക്കാനില്ലാത്തവൾ. ഒരു ചെറിയ തലോടൽ, പരിരംഭണം, മോഹിപ്പിക്കുന്ന നോട്ടം, സിരകളിൽ ഊർജം കുത്തി നിറയ്ക്കുന്ന ചുംബനം. അവൾ എത്രത്തോളം വെറുക്കുന്നവനാണ് അത് ചെയ്തത്. എന്നാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ആനി അറിഞ്ഞു താൻ ഇത് കൊതിച്ചിരുന്നുവെന്ന്. ആലീസിനെ പോലെ ഒരു ഭർത്താവിന്റെ ഒപ്പം നടക്കാൻ, ഭർത്താവിനൊപ്പം ചൂട് പറ്റിക്കിടക്കാൻ, ഗർഭിണിയാകാൻ, പ്രസവിക്കാൻ, ഒരമ്മയാകാൻ, എല്ലാം കൊതിച്ചിരുന്നു. ഒന്നിനും ആഗ്രഹമില്ലെന്ന് കാട്ടാൻ പുറമെ നിർവികാരത നടിച്ചിരുന്നു. പക്ഷെ വയ്യ. ആനി, ജോയ്ക്കുട്ടി വിളിച്ചു. ആനി ചേച്ചി എന്നല്ല, ആനി എന്ന്. അവൾ വിളി കേട്ടില്ല. അവിടെ നിന്നുമില്ല. ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കിണറിനപ്പുറത്ത് വാഴകൾക്ക് മറിഞ്ഞു നിന്ന് ആനി കരഞ്ഞു, അടക്കാനാവാത്ത വ്യതയോടെ. നഞ്ചു പറഞ്ഞു പോകുന്നത്ര വേദനയോടെ അവൾ സ്വയം ശപിച്ചു, വിധിയെ പഴിച്ചു. വളരെ നേരം കഴിഞ്ഞ് ആനി തിരിച്ചു വന്നുള്ളൂ. അതിനു മുമ്പ് തന്നെ കാർ പോകുന്ന ശബ്ദം കേട്ടിരുന്നു. അടുക്കളയിൽ വന്നപ്പോൾ അവൾ അറിഞ്ഞു ജോയ്ക്കുട്ടി ചോറും കറികളും കൊണ്ടുപോയിട്ടില്ല എന്ന്. താൻ കരഞ്ഞതുകൊണ്ടാണോ, ഇറങ്ങിപ്പോയത് കൊണ്ടാണോ? അവൾ വിശകലനം ചെയ്തു. പക്ഷെ തന്റെ ഭാഗത്ത് തെറ്റ് കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. താൻ ചെയ്തതാണ് ശരി. ഇനി സൂക്ഷിക്കണം. ആലീസിനെ ക്രൂരമായി കൊല്ലാൻ ശ്രമിച്ചവനാണ് അയാൾ. വിവാഹത്തിന് മുമ്പ് പ്രേമിച്ചു നടന്നു. ആ പ്രേമസാഫല്യം നടന്നിട്ട് 1 വർഷം കഷ്ടിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അതിനോടകം ആലീസ് നരകം 7 തവണ കണ്ടു കഴിഞ്ഞു. റീനയുടെ കല്യാണം മുടക്കിയതും അവനാണ്. ഒരക്ഷരം പോലും മിണ്ടാതെ അച്ചായനെ ഭ്രാന്താശുപത്രിയിലാക്കിയതും അയാളാണ്. ഇനി ഉന്നം താനാണ്. റീനയോട് നടപ്പില്ലെന്ന് കണ്ടപ്പോ ലക്ഷ്യം തന്റെ നേരെ. തന്റെ ദുർബലതയെ ചൂഷണം ചെയ്യാനാണ് പ്ലാൻ. അത് നടപ്പില്ല. ആനി അത്രയ്ക്ക് വിഡ്ഢിയല്ല. അനേറ്റിയുടെ ഭർത്താവുമായിട്ട് ഛീ, അത് വേണ്ട. ഒരിക്കലും. മരണം ഏതാണ്ട് അടുത്തു കഴിഞ്ഞു. അത് സുഗമമായി നടക്കട്ടെ. പുഴുക്കുത്തു വീണ അസ്ഥിയും ശരീരവുമാണിത്. ഇനി ഒരു പുഴുക്കുത്തു കൂടി വേണ്ട. ആനി തീർത്തും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു. വൈകുന്നേരം റീന വന്നപ്പോ ആനി ചോദിച്ചു, ആലിസിന് എങ്ങനെയുണ്ട്? കുറേയുണ്ട്. മുറിവുകൾ കരിയുന്നു. പൊള്ളിയെടുത്താണ് വേദന. ശരീരവേദനയ്ക്ക് ആശ്വാസമുണ്ട്, ക്ഷീണവും കുറവുണ്ട്. എന്നാ പിന്നെ നീ എന്തിനാ രാത്രിയിൽ ആശുപത്രി കിടക്കുന്നേ? ഇങ്ങോ, നമുക്ക് ഇവിടെ കിടക്കാം. എന്താ ചേച്ചി? റീനയുടെ കണ്ണുകളിൽ സംശയം. ഒന്നും ഉണ്ടായിട്ടല്ല. ആനി കാര്യങ്ങൾ സമർത്ഥമായി മറച്ചു. അയൽവക്കക്കാരൊക്കെ തെറി പറഞ്ഞ് അകറ്റിയിരിക്കുകയല്ലേ. ചത്തയിലൂടെ ഒന്നും ആരും തിരിഞ്ഞു കയറൂല. അവരുടെ ഒക്കെ വീട്ടിൽ രാത്രി ചെന്ന് കിടക്കട്ടെ എന്ന് ചോദിക്കാനൊരു വിഷമം. അത് ശരിയാണെന്ന് റീനയ്ക്കും തോന്നി. അയാള് ഇവിടെങ്ങാനും വന്നോ? ആര്? ആനി ഒന്ന് വരച്ചു. ആ കാലൻ, ആ ചെറ്റ. റീനെ, ആനി ശാസിച്ചു. അയാള് ആലിസിന്റെ ഭർത്താവാണ്, മറക്കണ്ട. ആലിസിന്റെ നാണമില്ലല്ലോ നിങ്ങൾക്കൊക്കെ. കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളേണ്ട കാലം എന്നേ കഴിഞ്ഞു. നാണമില്ലാണ്ട് പിന്നെയും അയാളുടെ കൂടെ. റീനയ്ക്ക് കളി വന്നു. എന്തിനും എങ്ങനെ ഒരു കിട്ടിയവനെ കാണപ്പെട്ട ദൈവം. ഈ എറിയാൻ കാണപ്പെട്ട ചെറുത്താനാണ് ശരിക്കും കാലന്റെ രാജാവ്. ഞാനോ മറ്റോ ആയിരിക്കേണ്ടതായിരുന്നു. നീ ആയിരുന്ന നിനക്കും ഇത്രയൊക്കെ കഴിയൂ റീനെ. ആനി പതിയെ പറഞ്ഞു. എല്ലാവരും പറയും ഞാനായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ ആ സ്റ്റേജിൽ എത്തിപ്പെടുന്ന ആർക്കും ഇത്രയൊക്കെ കഴിയും. നീ ആയാ പോലും. റീന മിണ്ടിയില്ല. ആ, ഞാൻ ഇന്നുകൂടി പോകാം. ചെല്ലുന്ന അമ്മച്ചിയോട് പറഞ്ഞതാ. കണ്ടില്ലെങ്കിൽ വിഷമിക്കൂലേ? ഇന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ നമുക്ക് ഇവിടെ കഴിയാം. രാവിലെ ഇങ്ങ് പോരാം. എന്നാലും ചേച്ചി ഒരുങ്ങിക്കോ. റീനയോടത്ത് പടിയിറങ്ങുമ്പോ ആനിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസമായിരുന്നു. അയാളെങ്ങാനും ഇന്ന് രാത്രി വന്ന അയാളെ ഭയപ്പെടണം. കാട്ടാളനാണ്, തനിച്ചെകുത്താൻ. പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നാൽ ഫലം സർവനാശമാണ്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ആനിക്ക് ആലിസിന്റെ മുഖം കാണാൻ തെല്ല് ബുദ്ധിമുട്ട് തോന്നി. ആദ്യം 1 നിമിഷം കഴിഞ്ഞ് അത് മാറിയുള്ളൂ. വാർഡിലുള്ള മറ്റു ഗർഭിണികളും ബന്ധുക്കളും അവളെ സഹതാപത്തോടെ നോക്കി. മെലിഞ്ഞ മുഖവും കുഴിഞ്ഞ കണ്ണുകളും എല്ലുകൾ എഴുന്നു നിൽക്കുന്ന ശരീരവും. ആനിക്കും ആകെ വിഷമം തോന്നി. വരേണ്ടിയിരുന്നില്ല എന്ന തോന്നൽ. വാർഡിൽ ഗർഭിണികളാണ് ഏറെ. പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമായി കഴിയുന്നവരുമുണ്ട്. ഈ ലോകം തനിക്ക് അപരിചിതമാണ്, നിഷിദ്ധമാണ്. ഇവിടെ തന്നെ പോലൊരു പെണ്ണ് അധികപ്പറ്റാണ്. ആനി വല്ല വിധേനയും നേരം വിളിപ്പിച്ചു. വീട്ടിൽ കിടക്കാൻ ഭയക്കണം. അതിലേറെ മാനസിക പീഡനമാണ് ഇവിടെ. ആനി നെഞ്ചുനീറ്റലോടെ ഓർത്തു. ആലിസിന് തന്നെ എണീറ്റിരിക്കാനും അല്പം നടക്കാനും ഒക്കെ കഴിഞ്ഞു. ഇന്നലെ വരെ അന്നക്കുട്ടി പിടിച്ചാണ് കൊണ്ടുപോയിരുന്നത്. മുഖത്തെ നേര് കുറഞ്ഞു. എങ്കിലും ആ മുഖം ഒട്ടും തെളിഞ്ഞിട്ടില്ലെന്ന് ആനി കണ്ടു.
എങ്ങനെ തെളിയും? മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ എങ്ങനെ കഴിയും? അയാൾ അവിടെ വന്നു, പക്ഷെ ഇവിടെ വന്നിട്ടില്ല ഇതുവരെ. ദിവസം 4-5ആയിട്ടും. പുലർച്ചെ ആനയും റീനയും മടങ്ങി. ആനി വീട്ടിലേക്ക്. ജോയ്ക്കുട്ടി വരുമോ? ആനി വല്ലാതെ ഭയപ്പെട്ടു. റീനയോട് കൂട്ടുവരാൻ പറയാനും മടിച്ചു. റീനയ്ക്ക് അധികം ക്ഷമയില്ലാത്ത സ്വഭാവമാണ്. ചിലപ്പോ അവൾ ജോയ്ക്കുട്ടിയോട് വീണ്ടും ഏറ്റുമുട്ടാനും മതി. അത്രയ്ക്ക് ദേഷ്യത്തിലാണ് അവൾ. പ്രശ്നങ്ങളെ സ്വയം നേരിടാം. ആനി അങ്ങനെ തന്നെ തീരുമാനിച്ചു. വഴിയോരം ചേർന്ന് നടക്കുകയാണ് റീന. സമയം വൈകിയിരിക്കുന്നു. അതിന്റെ ധൃതിയുണ്ട്. തയ്യൽക്കടയിൽ എത്തേണ്ടുന്ന സമയം കഴിഞ്ഞു. അപ്പോഴാണ് വിളി. റീനെ. അവൾ നിന്നു. വഴിയറമ്പിൽ അവളെ കാത്തിട്ടുന്ന പോലെ ദാനിയേൽ. അവൾക്ക് ആടെ പിടികിട്ടി. ജോയ്ക്കുട്ടിയുടെ കൂട്ടുകാരൻ. പണ്ട് കുടിച്ചിട്ട് തന്റെ കയ്യിൽ കയറി പിടിച്ചവൻ. പിറ്റേന്ന് ക്ഷമ പറയുകയും ചെയ്തു. പിന്നെയും പലപ്പോഴും കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. മിണ്ടാനും ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ റീന നിന്നു. എന്താണ് ഇനി ഇയാളുടെ ഭാവം? റീനയ്ക്കിപ്പോ വല്ലാത്തൊരു ധൈര്യമാണ്. എന്തിനേയും നേരിടാമെന്നൊരു ധൈര്യം. റീനയ്ക്ക് വരുന്ന കല്യാണാലോചനകൾക്ക് മുടങ്ങി അല്ലേ? ഡാനിയേൽ ചോദിച്ചു. മുടങ്ങി. നിങ്ങളൊക്കെ സഹായിക്കാനുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടി. റീന തറപ്പിച്ചു പറഞ്ഞു. ഞാൻ എന്ത് സഹായിച്ചു? സഹായിച്ചില്ലെങ്കിൽ വേണ്ട, സഹായിച്ചെങ്കിൽ നന്ദിയുണ്ട്. വേറൊന്നുമില്ലല്ലോ. റീന പോകാൻ ഭാവിച്ചു. നിൽക്ക്, ഡാനിയേൽ പറഞ്ഞു. റീന നിന്നു. ഒരിക്കൽ നിങ്ങളുടെ വരാന്തയിലിരുന്ന് കുടിച്ചു. ജോയ്ക്കുട്ടി ശക്തമായി ക്ഷണിച്ചിട്ട് തന്നെ. ഒരു നിമിഷത്തിന്റെ ഉൾപ്രേരണ. ഞാൻ എന്തോ ചെയ്തു. അത്ര എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ജോയ്ക്കുട്ടിയുടെ കൂടെ അവിടെ വന്നിട്ടുമില്ലല്ലോ. ഉണ്ടോ? ഓ, അവൾ അലക്ഷ്യമായി മൂളി. അതുകൊണ്ട് കല്യാണം മുടങ്ങിയതിൽ എനിക്ക് പങ്കുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞു. എനിക്ക് സങ്കടമുണ്ടോ? പെണ്ണായി ജനിച്ചു പോയില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് മുടങ്ങുന്ന വിവാഹം മുടങ്ങുന്നത് തന്നെയാ നല്ലത്. അത്തരം മനുഷ്യരുമായിട്ട് ഇടപെടാൻ പറ്റില്ല. അന്തസ്സില്ലാത്ത കൂട്ടർ. ദാനിയലിന്റെ സ്വരത്തിൽ അമർഷം. ആ, റീന വെറുതെ മോളി. ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കാത്തവരും ഉണ്ട്. അങ്ങനെയുള്ളവരിൽ ഒരാൾ റീനയെ കിട്ടും. റീന വെറുതെ ചിരിച്ചു. വിശ്വസിക്കാതെ വന്നിട്ടും കാര്യമില്ല. കാരണം അങ്ങനെ വരുന്നവന്റെ കഴുത്തും കൈയും വെട്ടാൻ ആളുണ്ട്. റീനയുടെ ശബ്ദത്തിൽ ഒരു വിറയൽ ബാധിച്ചു പോയിരുന്നു. ആരെ വെട്ടുന്നത്? ജോയ്ക്കുട്ടിയല്ലേ? റീന മുഖം ഉയർത്തി. അവന്റെ അടവിൽ റീന വീണില്ല അല്ലേ? അവൾ അവിശ്വസനീയതയോടെ ഒന്ന് നോക്കി. അവൻ വെട്ടിയാൽ മുറിഞ്ഞു വീഴില്ലാത്ത കൈയും കഴുത്തുകൊണ്ട് റീനെ. ഈ ഞാൻ? എന്റെ ദൈവമേ! റീനയ്ക്ക് കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പറയൂ, റീനയ്ക്ക് സമ്മതമാണോ? ആ മനുഷ്യൻ വല്ലാത്ത ചെകുത്താനാണ്. ആ ചെകുത്താനോട് ദിവസവും യുദ്ധം ചെയ്തു നിൽക്കുന്ന റീനയെ രക്ഷിക്കാൻ എനിക്ക് ഒരൊറ്റ നിമിഷം മതി. ഡാനിയേൽ ഉറച്ച സ്വരത്തിൽ തുടർന്നു. എനിക്കറിയേണ്ടത് റീനയ്ക്ക് ഇഷ്ടമാണോ എന്നാണ്. വിശദീകരണം ഒന്നും വേണ്ട. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ മതി. ഞാൻ ഒരു മിന്നു പണിയിച്ചു കൊണ്ടുവന്ന റീനയ്ക്ക് ഇഷ്ടമാണോ ഇല്ലയോ? അത് മാത്രം പറഞ്ഞാൽ മതി. അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. അതരങ്ങൾ വല്ലാതെ വിറകൊണ്ടു പോയിരുന്നു. ശബ്ദമില്ലാതെയായി. ഒരു ചലനം, തലകൊണ്ട്, കണ്ണുകൊണ്ട്. പിന്നെ അവൾ വേഗത്തിൽ നടന്നു. ഡാനിയലിന്റെ മുഖം പുഞ്ചിരിയാൽ വിടർന്നു. ആനി ചെല്ലുമ്പോ ജോയ്ക്കുട്ടിയുടെ കാർ മുറ്റത്തുണ്ട്. കണ്ടപ്പോഴേ ആനയുടെ ദേഹം വിറയ്ക്കാൻ തുടങ്ങി. ഇന്നലത്തെ സംഭവം ആവർത്തിച്ചാൽ അവൾ മുറ്റത്തിനരികിലെത്തി. മുറിയൊക്കെ പൂട്ടിയിട്ടാണ് റീനയോടൊപ്പം പോയത്. അതുകൊണ്ടാവും ആള് വരാന്തയിൽ കിടക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ സിമന്റ് തറയിൽ കാറിന്റെ സീറ്റിലിരുന്ന ടർക്കി വിരിച്ചാണ് കിടക്കുന്നത്. ഉറങ്ങിയാണ്. ആനി അടുത്തു ചെന്ന് നോക്കി. ഒരു കുഞ്ഞിന്റേതുപോലെ ശാന്തമാണോ മുഖം. ഏതൊരു പെണ്ണും കൊതിക്കുന്ന സൗന്ദര്യവും ഉണ്ടാ മുഖത്തിന്. പക്ഷെ മനസ്സ് മാത്രം കാരിരുമ്പായിപ്പോയി. ചിന്തകളെല്ലാം വിഷം തുപ്പുന്നവയും. ഉറങ്ങട്ടെ, അത്രയും സമാധാനമുണ്ടല്ലോ. പേടിക്കാതെ ഇതിനുള്ളിൽ നിൽക്കാമല്ലോ. ആനി വീട് തുറന്നു. അന്നക്കുട്ടി കൊടുത്ത രൂപ കൊണ്ട് വീട്ടു സാധനങ്ങൾ വാങ്ങിയ സഞ്ചിയും അവളുടെ കയ്യിലുണ്ടായിരുന്നു. അത് അടുക്കളയിൽ വെച്ചു. വാതിലടച്ച് കുറ്റിയിട്ടിട്ട് സാരി മറ്റൊന്ന് ധരിച്ചു. ഹൗസ് കോട്ട്. വെറുതെ അയഞ്ഞു തൂങ്ങിക്കൊടുക്കുന്ന ഹൗസ് കോട്ട്. ഉണങ്ങിപ്പോയ ശരീരത്തിന് അത് തന്നെ അധികമാണ്. ആനി വീണ്ടും അടുക്കളയിലെത്തി. കഞ്ഞിയും കറിയും വെക്കാനുള്ള ശ്രമത്തിലായി. ഇടയ്ക്കിടെ അവൾ എത്തി നോക്കി. ജോയ്ക്കുട്ടി ഉറക്കം തന്നെ. ഉണരരുത് എന്ന് പ്രാർത്ഥിച്ചു. റീന വരുന്നതുവരെ അയാൾ ഉറങ്ങിക്കിടന്നിരുന്നെങ്കിൽ ഇന്നലെ എപ്പോ വന്ന് കിടന്നതായിരിക്കും? അതോ വന്നത് രാവിലെയോ? ഇപ്പോ സമയം 10 കഴിഞ്ഞിരിക്കുന്നു. ആനി വീണ്ടും ജോലിയിൽ വ്യാപൃതയായി. കഞ്ഞിയും കറിയും വെച്ച് വാങ്ങി മൂടി വെച്ചു. സമയം ഉച്ചയാകുന്നു. ആനി വീണ്ടും നോക്കി. ജോയ്ക്കുട്ടി അതേ കിടപ്പ് തന്നെ. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. കിണറ്റുകരയിലെത്തി. അതിനപ്പുറത്ത് ജോയ്ക്കുട്ടി പറിച്ചെറിഞ്ഞ കപ്പയും ചേമ്പും ഒക്കെ വാടി കിടക്കുന്നു തണ്ടോടെ. പാവം അമ്മച്ചി. അമ്മച്ചി തന്നെ കിളച്ച്
കുഴികുത്തി നട്ടുപിടിപ്പിച്ചതാണ്. എല്ലാം പോയി. അതിർത്തിയോട് ചേർന്നുള്ള തൊഴുത്തിൽ പശു നിൽക്കുന്നു. വിറ്റുപോയ പശുവിന് പകരം ജോയിക്കുട്ടി വാങ്ങിച്ചതാണ്. പ്രസവിക്കാറായ പശു. അന്നക്കുട്ടിയാണ് ശുശ്രൂഷക. എന്നാലും ആനി കുറേയേറെ വെള്ളം കോരി പശുവിനെ കുളിപ്പിച്ചു. അതിന് പിണ്ണാക്ക് കലക്കി കൊടുത്തു. തൊഴുത്ത് വൃത്തിയാക്കി. ഒക്കെ കഴിഞ്ഞപ്പോ ശരീരത്തിന് വല്ലാത്ത തളർച്ച. ചാണകത്തിന്റെ നാറ്റുകൊണ്ട് അവൾ മറപ്പുരയിലേക്ക് വെള്ളം കോരി വെച്ചു. കുളിക്കാൻ തയ്യാറെടുക്കും മുമ്പ് ഒന്നുകൂടി നോക്കി. ജോയിക്കുട്ടി ഉണർന്നിട്ടില്ല. ഒറ്റയ്ക്ക് അവൾ ആറ്റിൽ പോകാറില്ല. ഇവിടെയാണ് കുളിക്കുക. ധരിച്ചിരുന്ന വസ്ത്രം മൂടി തോർത്ത് മാറത്ത് വെച്ചു കൊടുത്തു. വെള്ളം കോരി ഒഴിച്ചു. സോപ്പ് തേച്ചു. കുളിച്ച തോർത്തിക്കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അത്. നടുക്കത്തോടെ അവൾ കണ്ടു ജോയിക്കുട്ടി തൊട്ടു മുമ്പിൽ, മറപ്പുരയ്ക്കുള്ളിൽ. അയ്യോ! അവൾ നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ വായു പൊത്തി. അവൾ കുതറി, പിടഞ്ഞു, അലറാൻ ശ്രമിച്ചു. തലയിട്ട് കുടഞ്ഞു. ജോയിക്കുട്ടി തന്റെ ബലിഷ്ഠമായ നെഞ്ചിലേക്ക് നനഞ്ഞുപോയ മെലിഞ്ഞ ശരീരം അമർത്തി പിടിച്ചിരുന്നു ഒരു കൈകൊണ്ട്. അവന്റെ ഊഷ്മളമായ നിശ്വാസം അവളുടെ കവിളിൽ തട്ടി. ആനി, ഒച്ച വെക്കില്ലേ. എന്റെ ഒരു ആശയാ. ഒരു കുഞ്ഞും അറിയത്തില്ല, ആരും അറിയത്തില്ല. ഞാൻ ആരോടും പറയുന്നില്ല. നീയും പറയാതിരുന്നാ മതി. ഇവിടെ ഇപ്പൊ ആരുമില്ല. ഇങ്ങോട്ടെങ്ങും ആരും വരികയുമില്ല. ജോയിക്കുട്ടി പതിയെ പറഞ്ഞു. ആനി എന്നിട്ടും കുതറി. തലയിട്ട് തിരിച്ചു. അവനെ തള്ളി മാറ്റാൻ നോക്കി. ആനി, ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുക ഞാൻ. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ആരും. നീയെങ്കിലും എനിക്ക് ഇത്തിരി സ്നേഹ സമാധാനം ഒന്ന് തരുമെന്ന് കരുതിയിട്ട്. ആനിയുടെ പിടിച്ചിൽ ദുർബലമാവുകയാണ്. അതോടെ ജോയിക്കുട്ടിയുടെ കരങ്ങൾക്ക് ശക്തിയേറി. അവൻ അവളുടെ വായ അടിച്ചു പിടിച്ചിരുന്ന കൈ എടുത്തു മാറ്റി. അവൾ നിലവിളിച്ചില്ല. വല്ലാത്തൊരു അമ്പരപ്പിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു. ആദ്യം ക്രമേണ മധുരമായ ഒരു അനുഭൂതിയിൽ ആ കണ്ണുകൾ പാതി അടഞ്ഞു. ആലസ്യത്തിൽ ആണ്ട പോലെ കൂമ്പി അടഞ്ഞു. ജോയിക്കുട്ടി വിജയിക്കുകയായിരുന്നു. കുറെ നാളായി ശ്രമിച്ചിട്ടും വീണ് കിട്ടാത്തവരെയാണ് റീന. ആനി പക്ഷെ അങ്ങനെയല്ല. പെട്ടെന്ന് വീഴിക്കാം എന്നവന് ബോധ്യമുണ്ടായിരുന്നു. അവന്റെ കണക്കുകൂട്ടൽ അത്രയും ആനിയുടെ കാര്യത്തിൽ ശരിയായിരുന്നു താനും. ഒരു തലോടലിൽ, ഒരു വരിഞ്ഞുകെട്ടലിൽ, ഒരൊറ്റ ചുംബനത്തിൽ ആനിയെ വീഴിക്കാമെന്ന കൃത്യമായ കണക്കുകൂട്ടൽ ഒട്ടും കഴിക്കാതെ ജോയിക്കുട്ടി സാധിച്ചെടുത്തു. തിരികെ അടുക്കളയിൽ എത്തിയപ്പോൾ ആനിക്ക് എല്ലാം നഷ്ടമായി. സങ്കടമായിരുന്നില്ല, പകരം ഭയമായിരുന്നു. ആരെങ്കിലും അറിഞ്ഞ, അമ്മച്ചി, ആലീസ്, റീന, നാട്ടുകാർ ആരെങ്കിലും അറിഞ്ഞ അവൾ വല്ലാതെ ഭയന്നുപോയി. ഒട്ടുനേരം ഓർത്തിരിക്കെ അവൾക്കാകെ കുറ്റബോധമായി. അയാൾ ആര്? അനിയത്തിയുടെ ഭർത്താവ്, അനിയൻ. ആലിസിന്റെ കഴുത്തിൽ മിന്നു ചാർത്തിയ കരങ്ങളാണ് തന്നെ വരിഞ്ഞു കിട്ടിയത്. എന്റെ ഈശോയെ! ആലിസിനെ മാരകമായി ഉപദ്രവിച്ച മനുഷ്യൻ. അവൾ അത്യന്തം അവശനിലയിലായിട്ടും ആശുപത്രിയിലേക്ക് ഒന്ന് ചെന്ന് അന്വേഷിക്കാത്ത മനുഷ്യൻ. അയാളുടെ വാക്കുകളിൽ മയങ്ങിയാണ് താൻ. ചി! അവൾക്കപ്പോൾ അറപ്പ് തോന്നി. പിന്നെ സങ്കടം തോന്നി. തന്റെ ദുർബലതയെ എത്ര പെട്ടെന്ന് അയാൾ കീഴടക്കി. പട്ടാപ്പകൽ ആനിക്ക് സങ്കടം വന്നു. അവൾ കരഞ്ഞു. കുടിച്ച ഡ്രസ്സ് മാറ്റിയെടുത്ത് പൗഡറും പൂശി ഒരു മൂളിപ്പാട്ടും പാടിയാണ് ജോയിക്കുട്ടി അടുക്കളയിലേക്ക് എത്തി നോക്കിയത്. ആനി! സ്നേഹമൂർന്ന വിളി. ആനി പിഴഞ്ഞെണീറ്റുപോയി. സ്നേഹലോലമായ ഒരു പുരുഷന്റെ ആനി എന്ന വിളി അവൾ ആദ്യമായി കേൾക്കുകയായിരുന്നല്ലോ. അവളുടെ കരളിൽ കുളിര് പാകുകയും ഹൃദയം വല്ലാതെ പൂത്തുവിടരുകയും ചെയ്തത് അവളുടെ തെറ്റാണോ? ആനി, വിശക്കുന്നുവല്ലോ, താ. ഒരു പുരുഷൻ അധികാരത്തിൽ ചോദിക്കുന്നു. ആദ്യമായി അവൾ കണ്ണീർ തുടച്ചു. ഈ നിമിഷം ആനിയുടെ മനസ്സ് ധന്യമായി. അവൻ ചെകുത്താനായിക്കോട്ടെ, അനിയത്തിയുടെ ഭർത്താവായിക്കൊള്ളട്ടെ, അനിയത്തിനെ കൊല്ലാൻ നോക്കിയവനായിക്കൊള്ളട്ടെ, ആ വീടിനോട് എന്തെന്ത് ദ്രോഹങ്ങൾ ചെയ്തവനാവട്ടെ, ആനി അതെല്ലാം മറന്നുപോയി. ഈ നിമിഷം ഇത്തിരി സ്നേഹം, മറ്റാരും തരാത്ത സ്നേഹം, എന്നും നിഷിദ്ധമായിരുന്ന സാമീപ്യം, അത് ആനിക്ക് കൊടുത്തത് അവനാണ്, ജോയിക്കുട്ടി. ഈ നിമിഷത്തിൽ അവൻ അവളുടെ ദൈവമാകുന്നു. അവൻ കൽപ്പിക്കട്ടെ, അവൾ എന്ത് അനുസരിക്കും. അവൻ മരിക്കാൻ പറയട്ടെ, അവൾ മരിക്കും. അത്രയ്ക്ക് ദാഹിച്ചായിരുന്നു ആനി ഓരോ ദിവസവും തള്ളി നീക്കിയത്. ഇത്തിരി സ്നേഹത്തിന്റെ നീരുറവനായി മാത്രം അവൾ ഊണ് വിളമ്പി. ചോറുപാത്രവും കറികളും നിരത്തി. പിന്നെ തെല്ല് നീങ്ങി നിന്നു. ഒരു ഭാര്യയുടെ താല്പര്യത്തോടെ, സ്നേഹത്തോടെ, അമിതമായ സംതൃപ്തിയോടെ ജോയിക്കുട്ടി ഉണ്ണാനിരുന്നു. ഉണ്ണുന്നതിനിടയിൽ അവൻ പറഞ്ഞു, ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു ആനി. എന്റെ വീട്ടിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ജോർജ് ഒരു വല്ലാത്ത സ്വഭാവക്കാരനാണ്, അടുക്കാൻ കൊള്ളാത്തവൻ. അമ്മച്ചി അപ്പനും ഒക്കെ ആണെങ്കിലും ഒരു രീതിയാ, എന്നോട് ആരും അടുക്കത്തില്ല. ആനി ശ്രദ്ധയോടെ എല്ലാം കേട്ടു നിന്നു. ആലീസിനെ സ്നേഹിച്ചത് അങ്ങനെയാ. പക്ഷെ ആനി കാണുന്നില്ലേ, അവൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഒരു തരിയെങ്കിലും? മിണ്ടിയാ കരയും,
മുഖം കുത്തി ഉയർത്തിയിരിക്കൂ. സ്നേഹമായിട്ട് ഒരു വാക്കും പെരുമാറ്റുവാ എനിക്ക് വേണ്ടത്. പക്ഷെ ആലിസിന്റെ അത് കിട്ടത്തില്ല. അതാ അവളോടുള്ള ദേഷ്യവും. അല്ലാണ്ട് എനിക്ക് അവളോട് വെറുപ്പൊന്നുമില്ല. ആനി കേട്ടുനിന്നു. അവന്റെ സ്വരത്തിലെ ആത്മാർത്ഥത അവൾ തിരിച്ചറിയുകയാണ്. ശരിയാണ്, ആലീസ് എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. മുഖം വാടിയും കണ്ണുകൾ തുളുമ്പിയിരിക്കും. എല്ലാ ആണുങ്ങൾക്കും അത് ഇഷ്ടമാകുമോ? ഞാൻ ആനയെ കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ മണ്ടത്തരം, ജോയ്ക്കുട്ടി പറയുകയാണ്. ആനിയുടെ സ്നേഹം ഞാൻ അറിയാതെ പോയി. ആനി തേങ്ങി. എന്തിനാ ആനി കരയുന്നത്? ഒന്നിനും വിധിയില്ലാത്തോളാ ഞാൻ. മരിക്കാൻ കാത്തിരിക്കുന്നോള്. ആനി മരിക്കാനോ? വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് വേണ്ടുന്ന മരുന്ന് ഞാൻ മേടിച്ചു തരും, ചികിത്സിക്കും. നീ നല്ല മിടുക്കിയാക്കും. എന്റേല് കാശുണ്ട്. ഞാൻ വേലയെടുക്കുന്നവനാ. കാശ് എമ്പാടും മുടക്കിയാല് പോകാത്ത രോഗമുണ്ടോ? ആനി അവന്റെ മുഖത്തേക്ക് നോക്കി. ഒരു 200 രൂപ ഡോക്ടറെ വീട്ടിൽ ചെന്ന് കയ്യിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് കാര്യം പറയുക. അത് ഞാൻ കൊടുക്കാം, പോരെ? നല്ല ഒന്നാന്തരം മരുന്ന് അങ്ങേര് കുറിച്ച് തരും. നല്ല വില കൂടിയ മരുന്ന്. അത് മേടിച്ച് കുറച്ച് ടോണിക്ക് മേടിച്ച് കഴിച്ചാല് ആനി ആലീസിനേക്കാൾ മിടുക്കിയാവും. ചെറുപ്പത്തില് ആലീസിനേക്കാൾ മിടുക്കിയായിരുന്നു ഞാൻ. സ്വയം അറിയാതെ ആനി പറഞ്ഞുപോയി. ജോയ്ക്കുട്ടി ചിരിച്ചു. ഒന്നും കാണാതെ ഒന്നും ചെയ്യുന്നവനല്ല പാലത്തെങ്കിലും ജോയ്ക്കുട്ടി. അറിയാമോ, ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ അവളെ കാണാൻ? ആനി മടിച്ചു മടിച്ചു ചോദിച്ചു. ജോയ്ക്കുട്ടി നീട്ടിമോളി. പോകണം, പോയിട്ട് ഞാൻ വൈകിട്ട് വരാം. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇനി ആനി അങ്ങേ വീട്ടിൽ പോയി കിടക്കരുത്. അയ്യോ വേണ്ട, ഇനി വേണ്ട, എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? വല്ലവരും അറിയുന്നതില് കുഴപ്പമുള്ളോ? ആനിക്ക് സങ്കടം വന്നുപോയി. ആനിയെ സ്നേഹിക്കാൻ ഞാനല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? നോക്ക്, ഞാൻ പറയുന്നത് കേട്ട ആനിയുടെ ചികിത്സ ഞാൻ ഏറ്റെടുക്കും. മരണത്തിന് വിട്ടുകൊടുക്കാതെ ആനിയെ ഞാൻ രക്ഷിക്കും. അതുപോലെ. ആനിയുടെ കണ്ണുകൾക്ക് ജീവൻ വയ്ക്കുകയാണ്. മരണത്തിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഒരാൾ കൈ നീട്ടുന്നു. എങ്ങനെ ആ കയ്യിൽ പിടിക്കാതിരിക്കും? പക്ഷേ ഇന്ന് റീന വരും വൈകിട്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കിടക്കാനാ പ്ലാൻ. ഛേ, ജോയ്ക്കുട്ടി ഊണ് നിർത്തി കൈ കുടഞ്ഞു. എല്ലാം തൊലഞ്ഞു. അവന് ദേഷ്യം വന്നുപോയി. എങ്കിൽ ഞാൻ വരുന്നില്ല, അപ്പൊ തൃപ്തിയായില്ലേ? അവൻ ചോദിച്ചു. അവൾ മുഖം കുനിച്ചു. ആ, ഞാൻ പോവുക. അവൻ ഇറങ്ങിക്കഴിഞ്ഞു. കാറിനുള്ളിൽ കയറുമ്പോ അവൾ ആശയോടെ നോക്കി നിന്നു. അതിലേറെ ഒരു അവകാശബോധത്തോടെ. അവൻ തന്റേതായി എന്ന ശക്തമായ ഒരു അവകാശബോധം അവളിൽ മുട്ടിട്ട് കഴിഞ്ഞു. ജോയ്ക്കുട്ടി കാർ വിട്ടുപോകും മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി. അവളെ നോക്കി ഒന്ന് കൈവീശി. അവളും കൈവീശി കാട്ടി. നിൽക്കുന്ന മണ്ണ് പൂക്കളാകുന്നതും ചുറ്റും പൂക്കളുടെ ഒരു പറുദീസ നിൽക്കുന്നതും അവൾ കണ്ടു. വല്ലാത്ത സൗരഭ്യം, ലോകം നിറയുന്ന സൗന്ദര്യം, ആത്മാവിൽ മധുരമായ ഒരാലാപനത്തിന്റെ താളം. അവൻ മാറ്റിയിട്ടിരുന്ന മുഷിഞ്ഞ ഉടുപ്പുകളും മുണ്ടുകളും എല്ലാം ആനി വാരിയെടുത്തു. എല്ലാം അവൾ നെഞ്ചോട് ചേർത്തു, അവന്റെ ഗന്ധം ആവാഹിച്ചെടുക്കുന്നതിനെന്ന പോലെ. പിന്നെ അതുമായി മുറ്റത്തിറങ്ങി എല്ലാം നനച്ച് വിരിച്ചിട്ടു. ഉണങ്ങിക്കഴിഞ്ഞപ്പോ എല്ലാം മടക്കി ഭദ്രമായി അവന്റെ മുറിയിലെ അയമേൽ തൂക്കിയിട്ടു. റീന സന്ധ്യയ്ക്ക് മുമ്പെത്തി. ഒരു പുരുഷന്റെ സ്നേഹം മുഴുവനായി വാഗ്ദാനം കിട്ടിയ ദിവസമാണ് റീനയ്ക്കിന്ന്. എന്ത് പ്രതിബദ്ധം സഹിച്ചും തന്നെ കെട്ടാൻ ധാനിയിലുണ്ടെന്ന ഉറപ്പ്. ചേച്ചിയോട് പറയണോ? ഉടനെ വേണ്ട, പിന്നെ മതി എന്നവൾ തീരുമാനിച്ചു. എന്നാലും അവളുടെ കണ്ണുകളിൽ കവിത ഉണ്ടായിരുന്നു, അതരങ്ങളിൽ മൂളിപ്പാട്ടുണ്ടായിരുന്നു. അവളുടെ അതേ വികാരമായിരുന്നു ആനിക്കും. ഒരു പുരുഷന്റെ സ്നേഹത്തിന്റെ വാഗ്ദാനം മാത്രമല്ല അവൾക്ക് കിട്ടിയത്, അവന്റെ ചൂടും ചൂരും കൂടിയാണ്. അത് ഈ ലോകത്തോടൊന്ന് വിളിച്ചു പറയാൻ കഴിയാത്തതിൽ അവൾ വീർപ്പുമുട്ടി വല്ലാതെ പിടയുകയായിരുന്നു. വല്ലാതെ ആയാസപ്പെട്ട് വയറും താങ്ങി ചാരിയിരിക്കുകയായിരുന്നു ആലിസ്. തലേണ കട്ടിലിന്റെ ക്രാസിന്മേൽ വെച്ചായിരുന്നു ആ ഇരിപ്പ്. തല വിങ്ങി പൊളിയുന്ന വേദന അപ്പോഴുമുണ്ട്. അന്നക്കുട്ടി അവളുടെ ഇരിപ്പ് കണ്ട് സങ്കടം പെരുകിയ കണ്ണുകളുമായി താടിക്ക് കൈയും കൊടുത്ത് ഒരരികിലിരുന്നു. അപ്പോൾ വാർഡിന്റെ അങ്ങേയറ്റത്ത് ജോയ്ക്കുട്ടി വന്നു. ആദ്യം അവന്റെ മുഖം കണ്ടത് ആലീസാണ്. വല്ലാത്തൊരു സന്തോഷം ഉള്ളിൽ കിരികിരിത്ത് ഉണരേണ്ടതാണ്. കാരണം വയറ്റിൽ അവൾ ചുമക്കുന്ന ഭാരത്തിന്റെ ഉടമയാണ് വരുന്നത്. കൈയും വീശി തലയും ഉയർത്തിപ്പിടിച്ച. പക്ഷെ ആലിസിന്റെ ഉള്ളിൽ ഭീതിയാണ് ഉണ്ടായത്. അത് അവളുടെ മുഖത്തും കണ്ണുകളിലും നന്നായി പ്രതിഫലിച്ചു. ഭീതിതമായ കുറെ ചിത്രങ്ങൾ അവളുടെ ഹൃദയത്തിൽ പ്രതിഫലിച്ചു നിന്നു. കത്തുന്ന സാരിയുമായി നിൽക്കുന്ന ജോയ്ക്കുട്ടി, അത് തന്റെ തലയിലേക്കിടുന്ന ജോയ്ക്കുട്ടി. തല കുനിച്ചു പിടിച്ച നടുവിന് ആനയെന്നുള്ള ഇടി മറക്കാൻ പറ്റുന്നില്ല. ആ വേദന ഇപ്പോഴുമുണ്ട്. കാൽക്കലിരുന്ന് കൈകൂപ്പുന്ന തന്നെ കാലുയർത്തി ചവിട്ടി തള്ളിയ ഭർത്താവിന്റെ ചിത്രം ജന്മത്ത് മറക്കാൻ പറ്റുമോ?
ബെഡിനടുത്ത് വന്നു നിന്നതിന് ശേഷമേ അന്നക്കുട്ടി ജോയിക്കുട്ടിയെ കണ്ടുള്ളൂ. അവർ നടുങ്ങി എണീറ്റു. ആ മുഖം വല്ലാതെ കടുത്തുപോയി. മുഖത്ത് വെറുപ്പിന്റെ ചീള് പ്രത്യക്ഷപ്പെട്ടു. കാരണം ജോയിക്കുട്ടിയെ മദ്യം മണക്കുന്നുണ്ടായിരുന്നു. ജോയിക്കുട്ടി അവരെ ഒന്ന് ശ്രദ്ധിച്ചു. മുഖഭാവം പഠിച്ചു. പിന്നെ ആലിസിനെ നോക്കി. അവളുടെ മുഖത്തും ഒരു തരം നിർവികാര ഭാവമാണെന്ന് അവൻ കണ്ടു. എന്താ, ഞാൻ വന്നത് ഇഷ്ടായില്ലേ? ജോയിക്കുട്ടി ഗൗരവത്തിൽ ചോദിച്ചു. ആലീസ് മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി. ജോയിക്കുട്ടിക്ക് ദേഷ്യം വന്നു. മോങ്ങാനാണോ ഭാവം? ഞാൻ വന്നത് അമ്മയ്ക്കും അവൾക്കും പിടിച്ചില്ലാന്ന് തോന്നുന്നല്ലോ. അവന്റെ ശബ്ദം തെല്ലുയർന്നു. അയ്യോ, അങ്ങനെയൊന്നല്ല, അവൾ പറഞ്ഞു. പിന്നെ എങ്ങനെയാടി? നിന്റെയും തള്ളയുടെയും മോന്ത പിന്നെ ഊർത്തിരിക്കുന്നത് എന്നാടി? ജോയിക്കുട്ടി വന്നപ്പോ തന്നെ മറ്റു ബെഡിലുള്ളവർ ശ്രദ്ധിച്ചിരുന്നു. 4-5 ദിവസമായിട്ടും ആലീസിന്റെ ഭർത്താവ് വരാത്തതിൽ പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഊഹാപോഹങ്ങൾ പലരും പറയുകയും ചെയ്തിരുന്നു. ജോയിക്കുട്ടി വന്ന് അവർക്കടുത്ത് നിന്നപ്പോ അവനെ ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടമായി. ഒത്ത ഒരാൾ, കണ്ടാലും മിടുക്കൻ. പക്ഷെ അവന്റെ ശബ്ദം ഉയർന്നപ്പോൾ വാർഡിലുണ്ടായിരുന്നവർ എല്ലാവരും ശ്രദ്ധിച്ചു. ജോയിക്കുട്ടി, തെല്ലു പതുക്കെ. അന്നക്കുട്ടി തെല്ലു കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. ഇത് വീടല്ല, ആശുപത്രിയാണ്. അതിനെന്നാ ഞാൻ തലയും കുത്തി നിൽക്കണോ? പതുക്കെ, അന്നക്കുട്ടി വീണ്ടും പറഞ്ഞു. ഉറക്കെ പറഞ്ഞാലെന്താ, വെടിവെക്കോ? എന്നാലും ഇതൊന്ന് കാണണമല്ലോ. വീടെല്ലാം പൂട്ടിയിട്ടേച്ച് മൂത്തവള് മറ്റിടത്തും പോയി കിടക്കും. ഞാൻ പിന്നെ മുറ്റത്ത് കിടക്കണതല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അന്നക്കുട്ടിക്ക് ആകെ തൊലി പൊളിയുകയാണ്. അവനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിലും മോശമായ ഒരു ചിത്രം ആശുപത്രിയിൽ കൊടുത്തിരുന്നില്ല. അവൻ ആശുപത്രിയിലേക്ക് വരില്ലെന്നായിരുന്നു ധാരണയും. നീ അവിടെ ചെന്ന് താക്കോല് മേടിച്ചോ ജോയിക്കുട്ടി? നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.